ആഗ്രഹിച്ച ഇതിപ്പോൾ 3 ജീവപര്യന്തമാണ് കിട്ടിയിട്ടുള്ളത്. കൺകറൻ്റിലി മാത്രം അനുഭവിച്ചാൽ മതി. 30 ലക്ഷത്തിൻ്റെ നഷ്ടപരിഹാരവും ഇരയ്ക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നാം പ്രതിയെ വെറുതെ വിട്ടതിൽ സമരസമിതിയും കുടുംബവും ആലോചിച്ച് ഗവൺമെൻറ്റുമായിട്ട് ആലോചിച്ച് നമ്മൾ സുപ്രീം കോടതിയിൽ ഇതിന് അപ്പീൽ പോകും. 12 പ്രതികൾക്കാണ് 3 ജീവപര്യന്തമായിട്ട് കൊടുത്തിട്ടുള്ളത്. 4ഉം 11 പ്രതികളെ കീഴ്ക്കോടതി നേരത്തെ വെറുതെ വിട്ടതാണ്. 16ാമത്തെ പ്രതിയാണ് ഒരു സിമ്പിൾ ഇംപ്രിസൺമെൻറ്റ് കൂടി ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു മികച്ച സന്ദേശമാണ്. ഒന്നാം പ്രതിയെ വെറുതെ വിടുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ സമൂഹത്തിന് മോശപ്പെട്ട ഒരു സന്ദേശമാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ 12 പേർക്ക് 3 ജീവപര്യന്തം കൊടുത്തത് വഴി മറ്റൊരു സന്ദേശം കൂടി ഈ സമൂഹത്തിന് കൊടുത്തിട്ടുണ്ട്. ഇതൊരു പരിഷ്കൃത സമൂഹത്തിനെതിരായിട്ടുള്ള ഒരു കുറ്റകൃത്യമായതുകൊണ്ട് വിക്ടിം അപ്പീലിൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ ആവശ്യപ്പെട്ടത് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണം എന്നാണ്. എന്നിരുന്നാലും 12 പേർക്കെങ്കിലും 3 ജീവപര്യന്തം കൊടുത്തു എന്നുള്ളത് ഈ നിയമ പോരാട്ടത്തിൻ്റെ വലിയ വിജയമാണ്. അതിലെ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് PV ജീവേഷ്, അതുപോലെ തന്നെ എൻ്റെ ഒപ്പമുള്ള രാജേഷ് മേനോനും, അതുപോലെ തന്നെ മറ്റു പുറയിൽ നിന്നിട്ടുള്ള എല്ലാവരും ഇതിനെ സമരസമിതിയൊക്കെ വളരെ ഇതിന് അഹോരാത്രം പണിയെടുത്ത ആളുകളാണ്. ഇതിലൊരു കാര്യം പ്രിയപ്പെട്ട ചാനലുകാരോട് പറയാം. ഈ ചാനലുകാരുടെ അല്ലെങ്കിൽ മീഡിയാസിൻ്റെ വലിയ ഇടപെടലാണ് ഈ കേസിനെ വലിയ ഒരു സോഷ്യൽ മൂവ്മെൻ്റായിട്ട് കേരളത്തിൽ മാറ്റിയത്. അതുകൊണ്ട് ഈ മീഡിയാസിനെ പ്രത്യേകമായി ഞാൻ ഒരു മനുഷ്യൻ എന്ന നിലയിലും അഭിഭാഷകൻ എന്ന നിലയിലും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. മറ്റൊരു കാര്യം, ഈ കേസിൽ സർക്കാർ പൂർണ്ണ പരാജയമായിരുന്നു. ഏത് സർക്കാർ എന്ന് പറയുമ്പോൾ ആ നിലനിന്ന സർക്കാർ. കാരണം 1989 ഇന്ത്യൻ പാർലമെൻറ്റ് നടപ്പിലാക്കിയ ഒരു നിയമമുണ്ട്, പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റി അഗെയിൻസ്റ്റ് SC/ST ആക്ട്. ആ ആക്റ്റിൽ 6ാമത്തെ പാഠഭാഗത്തിൽ 15A-യിൽ 11H-ൽ പറയുന്ന ഒരു ആക്ട് അന്നത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും പോലീസും എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടതുകൊണ്ടാണ് 24 സാക്ഷികൾ കൂറുമാറിയത്. അതുകൊണ്ടാണ് ഈ താഴെ കോടതിയിൽ തന്നെ ഇത് ഒരു മോശപ്പെട്ട ശിക്ഷയിലേക്ക് പോയത്. അതുപോലെ ഇന്ത്യൻ ഹോം മിനിസ്ട്രി വിറ്റ്നസ് പ്രൊട്ടക്ഷൻ ആക്ട് 2018 നടപ്പിലാക്കിയിരുന്നു. പക്ഷേ ഇതൊന്നും അന്നത്തെ സർക്കാരോ പോലീസോ അത് നടപ്പിലാക്കാൻ ശ്രമിച്ചില്ല. അതുകൊണ്ടാണ് മോശപ്പെട്ട വിധിയിൽ അന്ന് കീഴ്ക്കോടതിയിലുണ്ടായ സംഭവം. ഇനിയിപ്പോൾ ഇന്ന് അപ്പീൽ പോകാൻ പോകുന്നത് ഒന്നാം പ്രതിയുടെ കാര്യത്തിൽ മാത്രമാണോ? ഒന്നാം പ്രതിയുടെ കാര്യത്തിൽ മാത്രമല്ല, ഇത് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കേണ്ടതാണ്. കാരണം ലോകത്തെ ഏറ്റവും വലിയ വികാരമെന്ന് പറഞ്ഞാൽ വിശപ്പാണ്. ആ വിശപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചേർത്ത് നിർത്തണം. നമ്മൾ കോവിഡ് കാലത്ത് ആദ്യം കിളികൾക്കും ആദ്യം തെരുവ് പട്ടികൾക്കും മറ്റു ജീവികൾക്കും ഭക്ഷണമാണ് ആദ്യം കൊടുത്തത്. എന്നിട്ടാണ് മനുഷ്യരായ മലയാളികൾ നമ്മൾ കഴിച്ചത്. അതുകൊണ്ട് ഇത് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുത്തിട്ടാണ് ഈ സമൂഹത്തിന് വലിയൊരു സന്ദേശം കൊടുക്കേണ്ടത്. പ്രോസിക്യൂഷൻ്റെ വിജയമാണ്. ട്രയൽ ജഡ്ജ് 7 ഇയർ മാത്രം ഇംപ്രിസൺമെൻറ്റ് കൊടുത്ത കേസിൽ 304 പാർട്ട് 2-ൽ 304 പാർട്ട് 2 സെക്ഷൻ 304 പാർട്ട് 2 IPC-ൽ 7 ഇയർ മാത്രം കൊടുത്ത ഒഫൻസിൽ ഇവിടെ അത് 304 പാർട്ട് 2 കൺവിക്റ്റ് ചെയ്യുകയും റെഡ് വിത്ത് 325 SC/ST ആക്ട് സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ടിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ 3 ജീവപര്യന്തം ഈ കേസിൽ ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതായത് 326 സെക്ഷൻ 326 367 304 പാർട്ട് 2 റെഡ് വിത്ത് 325 SC/ST ആക്ട് അതുകൂടി ആഡ് ചെയ്യണം. അങ്ങനെയാണ് കൺവിക്ഷൻ വന്നിരിക്കുന്നത്, പണിഷ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 3 ലൈഫ് ഇംപ്രിസൺമെൻ്റാണ് അവാർഡ് ചെയ്തിരിക്കുന്നത്. അത് ദാറ്റ് ഷാൾ റൺ കൺകറൻറ്റ്ലി. ഒന്നാം പ്രതിയെ തിരിച്ചടിയല്ല, അത് ഇതിൽ നിർണായകമായത് എല്ലാ വിറ്റ്നസ്സസും
എല്ലാ വിറ്റ്നസ്സസും ഇതിൻ്റെ അകത്ത് ഹോസ്റ്റലായി പോവുകയാണ് ചെയ്തത്. കൂറുമാറി ഇത് സ്വാധീനം കൊണ്ടോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്ത് മിക്കവാറും ഭൂരിപക്ഷം പ്രോസിക്യൂഷൻ വിറ്റ്നസ്സസും ഇതിൽ ഹോസ്റ്റലായി. പക്ഷേ അവിടെയെല്ലാം പ്രോസിക്യൂഷനെ സഹായിച്ചത് നിർണായകമായി മാറിയത് ഇതിൻ്റെ അകത്ത് ഇലക്ട്രോണിക് എവിഡൻസസാണ്. മെഡിക്കൽ എവിഡൻസും പ്രധാനമായിട്ടും ഇലക്ട്രോണിക് എവിഡൻസസും. പക്ഷേ ഈ A1-ൻ്റെ കാര്യത്തിൽ ഈ ഇലക്ട്രോണിക് എവിഡൻസ് വീക്കായി. പ്രോസിക്യൂഷൻ വിറ്റ്നസ്സും ഹോസ്റ്റലായി. അതാണ് A1-നെ അക്യൂറ്റ് ചെയ്തത്. ഈ അന്ന് ഇത്രയധികം സാക്ഷികൾ കൂറുമാറാനുണ്ടായ ഒരു സാഹചര്യം എവിടെയാണ് അന്ന് പിഴച്ചത്? നേരത്തെ കുറേ അധികം സാക്ഷികൾ കൂറുമാറിയല്ലോ. അതെ, അത് മിക്കവാറും എല്ലാ ഓവേർട്ട് ആക്ട് പ്രൂവ് ചെയ്യുന്ന മിക്കവാറും ഏതാണ്ട് 32ഓളം പ്രോസിക്യൂഷൻ വിറ്റ്നസ്സസ് ഈ മാർജിനൈസ്ഡ് കമ്മ്യൂണിറ്റി പെട്ടതായിരുന്നു. അട്ടപ്പാടിയിൽ അത് ഈ പ്രതികളുടെ സ്വാധീനം കൊണ്ടും ഭീഷണിപ്പെടുത്തലിലൂടെയാണ് ഈ പ്രോസിക്യൂഷൻ വിറ്റ്നസ് എല്ലാം ഹോസ്റ്റലായി മാറി. അപ്പീൽ പോകുന്നതിന് ഗവൺമെൻറ്റിനെ റെക്കമെൻഡ് ചെയ്യും, അഡ്വൈസ് ചെയ്യും. ടെക്നിക്കൽ നിയമപരമായ റീസൺ അത് പ്രതികൾക്ക് ഈ വിക്ടിം ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്നുള്ള അറിവ് ഇല്ലായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സെക്ഷൻ 8 ഓഫ് സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ട് മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്തു. ആ സ്റ്റാറ്റ്യൂട്ട് അപ്ലൈ ചെയ്തില്ല. ആ സ്റ്റാറ്റ്യൂട്ടിൻ്റെ പരിധി ആംബിറ്റിലേക്ക് കടന്നു വന്നില്ല. അത് കാരണം അത് ഇവിടെ അതിൻ്റെ സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ടിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരുന്നതിന് പ്രോസിക്യൂഷന് സാധിച്ചു. ശക്തമായ എവിഡൻസസ് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ എവിഡൻസും പൂർണ്ണമായി ശക്തമായി കോടതിയിൽ പ്ലേസ് ചെയ്യാൻ പ്രോസിക്യൂഷൻ സാധിച്ചിട്ടുണ്ട്. പ്രോസിക്യൂഷൻ്റെ വിജയം തന്നെയാണ്. അമ്മ മല്ലിക്ക് എത്രയാണ് തുക നഷ്ടപരിഹാരമായി കൊടുക്കാൻ? 30 ലക്ഷമാണ് കണ്ടത്. സബ്ജക്റ്റ് കറക്ഷൻ 30 ലക്ഷം. ജഡ്ജ്മെൻറ്റ് കിട്ടട്ടെ, എന്നിട്ട് വിശദമായിട്ട് നോക്കും. താങ്ക് യു.